തമിഴിൽ നിന്ന് ഒരു റോം കോം OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരു സൂപ്പർ ഫൺ റോം കോം അല്ലെങ്കിൽ സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോം കോം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓഹോ എന്തൻ ബേബി എന്നാണ് സിനിമയുടെ പേര്. നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. നമ്മുടെ വിഷ്ണു വിശാല് ആളുടെ ബ്രദറൊക്കെ അഭിനയിച്ച പടമാണ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഞാൻ ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ കണ്ടൊരു പടം. പക്ഷെ ഒരു സൂപ്പർ ഫൺ എന്റർടൈനർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ സിനിമയുടെ തുടക്കത്തിൽ വിഷ്ണു വിശാല് കാതൽ എന്നാൽ എണ്ണ തെരീമ വെളിച്ചെണ്ണ മണ്ണെണ്ണ എന്നൊക്കെ പറയുന്നുണ്ട്. സോ വിഷ്ണു വിശാലും ആളുടെ ബ്രദറും കണ്ടുമുട്ടുന്ന ആ ഒരു പോയിന്റ് തൊട്ടിട്ട് ലാസ്റ്റ് വരെ ഭയങ്കര എൻഗേജിങ് ആയിട്ട് പോയിട്ടൊരു സിനിമയാണ്. ആൻഡ് ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു, സൂപ്പർ ഫൺ ആയിരുന്നു ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് വേണമെങ്കിൽ ഒരു ആവറേജ് സെക്കൻഡ് ഹാഫ്. സോ യൂഷ്വലി ഒരു റോം കോമിൽ എങ്ങനെയായിരിക്കും ബ്രേക്കപ്പ് കാര്യങ്ങൾ അതൊക്കെയാണ് സെക്കൻഡ് ഹാഫിൽ പറഞ്ഞു പോകുന്നത്. പക്ഷെ ഫസ്റ്റ് ഹാഫ് നൈസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ സമയം പോയത് പോലും എനിക്ക് അറിഞ്ഞില്ല. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിലെ ഷോ സ്റ്റീലർ വിഷ്ണു വിശാലോ ആളുടെ ബ്രദറോ അവരൊന്നും അല്ല. റവീന പറഞ്ഞിട്ട് ക്യാരക്ടർ ചെയ്തൊരു കൊച്ചുണ്ട്. ആൻഡ് എവറിബഡി ഡിസേർവ്സ് എ നെയ്ബർ ലൈക്ക് റവീന. ഈ സിനിമ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കിഡു ആയിരുന്നു കേട്ടോ. ആ കൊച്ചുമായിട്ടുള്ള സീൻസ് ഒക്കെ നൈസ് ആയിരുന്നു. ആ കൊച്ചു കിടിലം പെർഫോമൻസ് ആയിരുന്നു എന്നല്ല, അത് നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. സോ വിഷ്ണു വിശാലിന്റെ ബ്രദർ രുദ്ര, സോ ആള് വന്നിട്ട് ആളുടെ ഡെബ്യൂ പെർഫോമൻസ് ആണെന്നൊന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും പറ്റില്ല. അത്രയും നൈസ് ആയിട്ടാണ് ആള് പെർഫോം ചെയ്തിരിക്കുന്നത്. ആളുടെ ചില ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നതും അതേപോലെ തന്നെ ചില സമയത്ത് ആളുടെ ഈ എക്സ്പ്രഷൻസ് ഒക്കെ വളരെ നൈസ് ആയിരുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ആളുടെ പെർഫോമൻസ്. മീര പറഞ്ഞ ക്യാരക്ടർ ചെയ്ത കൊച്ചു നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. സോ സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം.